എനിക്കും നിങ്ങൾക്കുമൊക്കെ നടക്കാൻ കാലുണ്ട്. അതില്ലാത്ത ആളാണ് 7 കൊല്ലമായി ഒരു വീൽചെയറിന് വേണ്ടി കയറിയിറങ്ങുന്നത്. എത്രയും വേഗത്തിൽ ഇടപെടണം. പരിഹാരമായില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണം. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ ശ്രദ്ധേയമാവുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ. 7 കൊല്ലമായിട്ടൊരു വീൽചെയറിന് വേണ്ടി എടുക്കും. ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ 7 കൊല്ലമായി നടക്കാൻ പരിഹരിക്കുന്നു. ഇവിടെയല്ല അവിടെയാന്ന് പറയുമ്പോൾ എനിക്കൊക്കെ നടക്കാൻ കാലുണ്ടല്ലോ, അല്ലാത്ത ആളല്ല. നാളെ നിങ്ങൾക്ക് ഇത് തരും. ഭാഗമായിട്ടാണ്. അപ്പോൾ ഉടനെ തന്നെ അത് തരും. തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എത്ര സമയം എത്രയും വേഗത്തിൽ ഇടപെടും. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളെ നമ്പർ ഞാൻ വാങ്ങുന്നുണ്ട്, നമ്മൾ നോക്കാം കേട്ടോ. അവർ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളെ നമ്പർ ഒന്ന് കേട്ടോ, ഫോൺ നമ്പർ എന്തെങ്കിലും ഇവരിടപെടും കേട്ടോ. നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇടപെടും. ഇനി നടന്നിട്ടില്ല നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കോഴിക്കോട് വടകര താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലാണ് നാദാപുരം സ്വദേശി അശോകൻ മന്ത്രിയെ കാണാനായി എത്തിയത്. നടക്കാൻ കഴിയാത്ത ആളാണെന്നറിഞ്ഞപ്പോൾ മന്ത്രി അശോകന്റെ അടുത്തേക്ക് വന്നു. ഒരു വീൽചെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതിനായി 7 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മന്ത്രി മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി. ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യൻ 7 വർഷമായെന്ന് പറയുമ്പോൾ അത് പരിഹരിക്കേണ്ടേ? ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോ പരിഹരിക്കും അതാണ് അറിയേണ്ടത്. ഉടനടി നടപടി വേണമെന്ന് കർശനമായി തന്നെ മന്ത്രി പറഞ്ഞു. നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും ഉടനെ പരിഹാരം കാണാമെന്നും ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് ഉറപ്പ് നൽകി. പരാതി സ്വീകരിച്ച് ഒപ്പിട്ട ശേഷം അശോകന്റെ ഫോൺ നമ്പറും മുഹമ്മദ് റിയാസ് വാങ്ങി. എത്രയും വേഗത്തിൽ ഇവർ ഇടപെടും. ഇവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നോക്കാടോ. ഇതിൽ നടന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ടെന്തെങ്കിലും ചെയ്യാട്ടോ. മന്ത്രി മുഹമ്മദ് റിയാസ് തോൾ തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ അശോകന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടെയാണ് അശോകൻ കരുതലും കൈത്താങ്ങും അദാലത്ത് വേദിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത്.